ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. കറണ്ട് അഫെയർസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന് കയറുന്നതിന് മുമ്പ് നോക്കിയാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മാർക്ക് കിട്ടുന്നുണ്ടാവും, ഉറപ്പാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ജോയിൻ ചെയ്യാത്തവരും ചെയ്തേക്കണേ. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ജോഹന്നാസ് ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ സ്ഥലമാണ് കസാൻ, റഷ്യ. 2024 സമ്മർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലമാണ് പാരീസ്. 2024 സമ്മർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഏതാണ്? പാരീസ്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ്. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2024 16ാമത് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ, റഷ്യ. 2024 സമ്മർ ഒളിമ്പിക്സിന് വേദിയായത് പാരീസ്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി USA. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി USA. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന. നമുക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. അമേരിക്കയുടെ 47ാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അതേപോലെ തന്നെ 45ാമത്തെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി തന്നെയാണ് ഡൊണാൾഡ് ട്രംപ്. അതായത് ഇടയ്ക്ക് ഒരു വർഷത്തെ ഗ്യാപ്പിലോട് പ്രസിഡൻ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. അതേപോലെ 130 വർഷങ്ങൾക്ക് ശേഷമാണ് തുടർച്ചയായ അല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് എത്തുന്ന വ്യക്തിയും ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അതേപോലെ തന്നെ അദ്ദേഹം 45ാമത്തെ പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. 45, 47 അതിനിടയ്ക്ക് ഒരു വർഷം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതേപോലെ ഒരു വർഷം ഗ്യാപ്പിൽ പ്രസിഡൻ്റ് ആകുന്ന വ്യക്തിയുമാണ്. 130 വർഷത്തിന് ശേഷമാണ് അങ്ങനെ വീണ്ടും ഒരു പ്രസിഡന്റ് വന്നത്. അതാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഒരു വർഷം മീൻസ് ഒരു ഇലക്ഷൻ്റെ ഗ്യാപ്പ്. ഓക്കെ, എത്ര വർഷം കൂടുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? 4 വർഷം കൂടുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് JD വാൻസ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് 2024 നവംബർ 5-നാണ്. ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയായിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ ചിഹ്നം എന്താണ്? ആന. കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഡി ഫോർ ഡോങ്കി. കമല ഹാരിസിൻ്റെ പാർട്ടി ഏതാണ്? ഡോങ്കി. ഡൊണാൾഡ് ട്രംപിനെതിരെ നിന്നത് കമല ഹാരിസ് ആയിരുന്നു. ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച 20 വയസ്സുകാരനാരാണ്? തോമസ് മാത്യു ക്രൂക്സ്. ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച 20 വയസ്സുകാരനാണ് തോമസ് മാത്യു ക്രൂക്സ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. 130 വർഷങ്ങൾക്ക് ശേഷമാണ് തുടർച്ചയായിട്ടല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന വ്യക്തി. 45ാമത്തെ പ്രസിഡന്റും 47ാമത്തെ പ്രസിഡന്റും ആര് തന്നെയാണ്? ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. 4 വർഷം കൂടുമ്പോഴാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അമേരിക്കയിൽ നടക്കുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് JD വാൻസ്. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? 2024 നവംബർ 5-നാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി, ചിഹ്നം ആനയായിരുന്നു. കമല ഹാരിസിൻ്റെ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി, ഡോങ്കി, ചിഹ്നം ഡോങ്കി. ഇനി അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ 2024 നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ഏതാണ്? കാരിച്ചാൽ ചുണ്ടൻ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് കളിവെള്ളം തുഴയുന്ന നീലു എന്ന പൊന്മാൻ. 2024 നടന്ന 70ാമത് എത്രാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി
ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടന്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കളിവെള്ളം തുഴയുന്ന നീലു എന്ന നീലപ്പൊന്മാൻ. 2023 നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനായിരുന്നു. വിയപുരം ചുണ്ടനും ആയിരുന്നു 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ. അതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് കേശു എന്ന ആനയായിരുന്നു. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി സിംഗപ്പൂർ ആയിരുന്നു. 2024 നവംബർ 25 മുതൽ ഡിസംബർ 13 വരെയാണ് നടന്നത്. ഡിംഗ്ലിറനും പിന്നെ ആരായിരുന്നു, ഡി ഗുഗേഷും കൂടെ ആയിരുന്നു. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി അസ്താന കസാക്കിസ്ഥാൻ. അസ്താന കസാക്കിസ്ഥാൻ. 2024 ലോക ചെസ് ചാമ്പ്യനാണ് ഡി ഗുഗേഷ്. 18ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഡി ഗുഗേഷ് തന്നെയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഖേൽരത്ന ജേതാവും ആര് തന്നെയാണ്, ഡി ഗുഗേഷ് തന്നെയാണ്. ഇത് പുറകെ വരുന്നുണ്ട്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് യെല്ലോ റേറ്റിംഗിൽ 2800 എന്ന കടമ്പ മറികടന്ന ഇന്ത്യക്കാരനാണ് അർജുൻ എരിഗേസി. അദ്ദേഹത്തിന് 2802 കിട്ടിയായിരുന്നു. 15ാമത് ചെസ് ഒളിമ്പ്യാഡ് വേദിയാണ് ബുഡാപെസ്റ്റ്, ഹംഗറി. 15ാമത് ചെസ് ഒളിമ്പ്യാഡ് വേദിയാണ് ബുഡാപെസ്റ്റ്, ഹംഗറി. ചെസ് ഒളിമ്പ്യാഡ് ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ വ്യക്തിഗത ചാമ്പ്യന്മാർ ഏതൊക്കെയാണ്? ചെസ് ഒളിമ്പ്യാഡിലെ ഗുകേഷ് ദൊമ്മരാജു. ഈ പേര് ഓർത്ത് വെച്ചോളൂ. ഇവരെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ചെസ്സുമായിട്ടാണ്. ഗുകേഷ് ദൊമ്മരാജു, അതാരാ, ഡി ഗുകേഷ് ദൊമ്മരാജു. അർജുൻ എറിഗൈസി. ദിവ്യ ദേശ്മുഖ് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞതാണ്. ദിവ്യ ദേശ്മുഖ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. വന്ദിക അഗർവാൾ. അപ്പോൾ ഒന്നും കൂടെ നോക്കിയോളൂ. ഗുകേഷ് ദൊമ്മരാജു, അർജുൻ എറിഗൈസി, ദിവ്യ ദേശ്മുഖ്, വന്ദിക അഗർവാൾ. ഇവരെല്ലാം ചെസ്സുമായി ബന്ധപ്പെട്ടവരാണ്. 46ാമത് ചെസ് ഒളിമ്പ്യാഡിൻ്റെ വേദി താഷ്കണ്ട് 2026 46ാമത് ചെസ് ഒളിമ്പ്യാഡിൻ്റെ വേദിയാണ് താഷ്കണ്ട്. 2026 നടക്കുന്നത്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃത സഞ്ജീവനി. വീരാംഗന ദുർഗാവതി, ഇതെല്ലാം റിപ്പീറ്റാണ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഉറപ്പായിട്ടും ചോദിക്കുവേ. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. കേരളത്തിലെ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗമാണ് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി. എന്തിൻ്റെ ചിഹ്നമാണ്? വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗം കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി. ഇതിൽ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? പാമ്പൻ പാലം. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പദ്ധതി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം പദ്ധതി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര താലൂക്ക്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് PR ശ്രീജേഷ് ആണ് ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം. പ്രശസ്ത സാഹിത്യകാരി P. വത്സലയുടെ അവസാന നോവലാണ് ചിത്രലേഖ. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിലെ ആദ്യ AI പ്രൊസസ്സറാണ് കൈരളി. ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം ആരുടെ ജീവിതകഥയാണ്? KB മേനോൻ്റെ ജീവിതകഥയാണ് ഓഗസ്റ്റ് ഓഫർ. KB മേനോനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കീഴരിയൂർ ബോംബ് കേസ്. അപ്പോൾ ഇത് നോക്കി വെച്ചോളൂ. ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന കൃതി ആരുടെ ജീവിതകഥയാണ്? KB മേനോൻ. കരനാവിക വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത്. കരനാവിക വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്ന എവിടെയാണ്? തിരുവനന്തപുരത്ത്. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനിയുടെ പേര് ശ്രീമന്ന. 2024 70ാം വാർഷികം ആഘോഷിച്ച ഉറൂബിൻ്റെ കൃതി ഏതാണ്? ഉമ്മാച്ചു. ഉറൂബിൻ്റെ ഉമ്മാച്ചു എന്ന കൃതി 2024 70ാം വാർഷികം ആഘോഷിച്ചു. പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ പുറത്തിറക്കിയ ആപ്പാണ് അഴക്. പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ പുറത്തിറക്കിയ ആപ്പ് അഴക്. ആപ്പ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കോഴിക്കോട് മാലിന്യമുക്തമാക്കാൻ വേണ്ടി. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നതെവിടെ? ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് കളമശ്ശേരിയിൽ. പട്ടുനൂൽ പുഴു എന്ന നോവൽ എഴുതിയത് S. ഹരീഷിൻ്റെത് പട്ടുനൂൽ പുഴു. കേരള ഫിഷറി സാംസ്കാരിക യുവജനകാര്യമന്ത്രി സജി ചെറിയാൻ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, നോക്കിക്കോളൂ.
ശ്രദ്ധിച്ച് കേട്ടോളൂ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഡിജി കേരളം. ഇതെല്ലാം റിപ്പീറ്റാണ്, നോക്കി വെച്ചോളൂ. 2014 യൂറോ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ സ്പെയിൻ. ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ്? തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല തൃശ്ശൂർ. തുടർച്ചയായി 3 പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മാരിയപ്പൻ തങ്കവേലു. തുടർച്ചയായി 3 പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് തിരുവനന്തപുരത്താണ്. അതിലെ വിന്നറായത് തൃശ്ശൂരാണ്. 2024 പുരുഷ T20 ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരാണ് പുഷ്പക്. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്ത്? പുഷ്പക്. കേരളത്തിലെ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്ത്. കേരളത്തിലെ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്ന എവിടെയാണ്? തിരുവനന്തപുരത്ത്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം ആരുടേതാണ്? SK വസന്തൻ. SK വസന്തൻ്റെ ബുക്കായതാണ് കൂടെയല്ല ജനിക്കുന്ന നേരത്തും. തിരുവനന്തപുരത്താണ് കേരളത്തിലെ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത്. പുഷ്പക് എന്താണ്? ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരാണ് പുഷ്പക്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പനാണ് പാർവതി ബറുവ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പൻ ആരാണ്? പാർവതി ബറുവ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. ഭൗമസൂചിക പദവി ലഭിച്ച ആത്തൂർ വെറ്റില ഏത് സംസ്ഥാന കാർഷിക വിളയാണ്? തമിഴ്നാടിൻ്റെ കാർഷിക വിളയാണ്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പൻ പാർവതി ബറുവ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. ഭൗമസൂചിക പദവി ലഭിച്ച ആത്തൂർ വെറ്റില ഏത് സംസ്ഥാനത്തെ കാർഷിക വിളയാണ്? തമിഴ്നാട്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന. ഇന്ത്യയുടെ സ്ഥാനം 18. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന. ഇന്ത്യയുടെ സ്ഥാനം 18. ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി? 29 മെഡലാണ് കിട്ടിയത്. 7 സ്വർണം 9 വെള്ളി 13 വെങ്കലം. 7 സ്വർണം 9 വെള്ളി 13 വെങ്കലം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന. ഇന്ത്യയുടെ സ്ഥാനം 18. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ എത്രയാണ്? 29 7 സ്വർണം 9 വെള്ളി 13 വെങ്കലം. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത 2025 റിയോ ഡി ജനീറോ ബ്രസീലും. 2026 റബാത്ത് മൊറോക്കോയുടെ തലസ്ഥാനമാണ്. റബാത്ത് 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കുന്നത് റിയോ ഡി ജനീറോ ബ്രസീൽ. 2026 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? റബാത്ത് മൊറോക്കോയുടെ തലസ്ഥാനം. 2024 25ാമത് പത്മപ്രഭാ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? റഫീഖ് അഹമ്മദ്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ. 26 റബാത്ത് ഇന്ത്യൻ്റെ തലസ്ഥാനമാണ്. മൊറോക്കോയുടെ തലസ്ഥാനമാണ് റബാത്ത്. 2024 25ാമത് പത്മപ്രഭാ പുരസ്കാരം റഫീഖ് അഹമ്മദിന്. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഫ്രാൻസ്വേ ബെറു. പ്രസിഡൻ്റ് ആണെങ്കിൽ ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസ്വേ ബെറു ആരാണ്? ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഇതെല്ലാം PYQs ആണ്. കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച ജനകീയ ക്യാമ്പയിനാണ് മാലിന്യമുക്ത കേരളം. കാർഷിക സേവനങ്ങൾക്കായി കേരള കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനമാണ് കതിർ. KATHIR.
ഇതിൻ്റെ ഫുൾ ഫോം എന്താ? കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ. 2024 PT തോമസ് സ്മാരക പുരസ്കാരം ആർക്കാണ്? MT വാസുദേവൻ നായർ. കതിർ എന്താണ്? കേരള കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനം. നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലേ? ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. നോട്ട്സിൻ്റെയൊക്കെ PDF-ഉം PSC അപ്ഡേറ്റ്സും എല്ലാം കറക്റ്റായിട്ട് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായിക്ക് 2024 PT തോമസ് സ്മാരക പുരസ്കാരം MT വാസുദേവൻ നായർ. ഉസ്താദ് ഈയിടെ അന്തരിച്ച വ്യക്തിയാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ. ഉസ്താദ് സാക്കിർ ഹുസൈൻ ഏത് മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു? തബല. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടി ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ കാങ്. ഇതെല്ലാം റിപ്പീറ്റഡാണ്, ശ്രദ്ധിച്ചിരുന്നോളൂ. സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതുതായി കൊണ്ടുവന്ന ആപ്പ് ഏതാണ്? വിദ്യാവാഹൻ. വിദ്യാവാഹൻ ഏതാണ്? സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതുതായി കൊണ്ടുവന്ന ആപ്പാണ് വിദ്യാവാഹൻ. ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിലെത്തിക്കുന്ന പദ്ധതിയാണ് ഗോത്രസാരഥി. അപ്പോൾ നമ്മൾ പഠിച്ച ഏതൊക്കെയാണ്? വിദ്യാവാഹനും ഗോത്രസാരഥിയും പഠിച്ചു. വിദ്യാവാഹൻ സ്കൂൾ ബസ്സുകളിലെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് കൊണ്ടുവന്ന ആപ്പാണ് വിദ്യാവാഹൻ. ഗോത്രസാരഥി എന്ന് പറഞ്ഞാൽ ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്രസാരഥി. ആട്ടം എന്ന ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൻ്റെ സംവിധായകനാണ് ആനന്ദ് എ ഗർഷി. 2025 എന്ത് വർഷമായിട്ടാണ് UN ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം. 2025 എന്ത് വർഷമായിട്ടാണ് UN ആചരിക്കാൻ തീരുമാനിച്ചത്? അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസനം പുരസ്കാരം ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 കേരളരത്ന പുരസ്കാരം കിട്ടിയത് D. ഗുഗേഷ് ചെസ്, മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സ്. അപ്പോൾ ഇവരുടെ ഓരോരുത്തരും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. D. ഗുഗേഷ് ചെസ്, മനു ഭാക്കർ. 2024 കേരളരത്ന അവാർഡ് കിട്ടിയതാണ് D. ഗുഗേഷ്. ഏറ്റവും പ്രായം കുറഞ്ഞ കേരളരത്ന അവാർഡ് ലഭിക്കുന്ന വ്യക്തിയാണ് D. ഗുഗേഷ് എന്ന് പറയുന്നത്. മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സ്. കേരളത്തിലെ കേരളരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് കേരളരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് D. ഗുഗേഷ്. 2024 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായത് S. മുരളീധരൻ, ബാഡ്മിൻ്റൺ കോച്ച്. 2024 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് S. മുരളീധരൻ, ബാഡ്മിൻ്റൺ കോച്ച്. 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. മരണാനന്തരം അവയവദാനം നടത്തുന്നവരുടെ ശവസംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ പശ്ചിമ ബംഗാൾ കേരളത്തെ പരാജയപ്പെടുത്തി. 2024 സന്തോഷ് ട്രോഫി കിരീട ജേതാവാരാണ്? പശ്ചിമ ബംഗാളാണ് കേരളത്തെ പരാജയപ്പെടുത്തി. MT വാസുദേവൻ നായരുടെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഇൻഡോർ. നാസ വിക്ഷേപിച്ച സൗര ദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ പശ്ചിമ ബംഗാളാണ് കേരളത്തെ പരാജയപ്പെടുത്തി ഫൈനലിൽ. MT വാസുദേവൻ നായരുടെ മുഴുവൻ പേരുടെ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. MT വാസുദേവൻ നായരുടെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ടാണ് ഇൻഡോർ. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതാണ്? ഇൻഡോർ. നാസ വിക്ഷേപിച്ച സൗരദൗത്യം പാർക്കർ സോളാർ പ്രോബ്. നാസ വിക്ഷേപിച്ച സൗരദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ്. കുട്ടികൾ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനും ഉള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് DDAT. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLയുടെ പദ്ധതിയാണ് വിദ്യാമിത്രം. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗത്വം ലഭിച്ച 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE.
2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗത്വം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE 5 രാജ്യങ്ങൾക്കാണ് പുതിയതായിട്ട് ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം കിട്ടിയത്. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLന്റെ പദ്ധതിയാണ് വിദ്യാമിത്രം. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് DFOR. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഇൻഡോർ നാസ വിക്ഷേപിച്ച സൗരദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ്. MT വാസുദേവൻ നായരുടെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.